എല്ലാവർക്കും നമസ്കാരം. യാസിൻ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിന്നുള്ളത് വയനാട്ടിലേക്ക് പോകുന്ന ഒരു യാത്രയിൽ നമ്മൾ ക്ലബിന്റെ ടൂർ പോവാണ്. അരീക്കോടിൽ നമ്മളെ സൗഹൃദ ക്ലബിന്റെ ഒരു യാത്ര പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ തുഷാരഗിരിയാണല്ലേ. തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് അടിപൊളിയാണ്. കാരണം ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ കുളിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണിത്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ വേനൽ കുറച്ചും കൂടി ശക്തി പാടുമ്പോൾ നമുക്ക് ഫാമിലി കയറ്റി വരാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ എന്നാലും ബാച്ചിലേഴ്സിനാണ് വരാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ കാണാം. അപ്പം എന്താണ് നമ്മള് വീഗാലാൻഡൊന്നല്ല, എന്നാലും നമുക്കൊന്ന് പോയോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം. വീഗാലാൻഡിന്റെ മാതിരിയുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പോയിടാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് വന്ന് കുളിക്കാനും എല്ലാ സൗകര്യവും ഉള്ളൊരു സ്ഥലമാണ്. ഒഴിവ് ദിവസങ്ങളൊക്കെ ഒന്ന് അടിച്ചു കുളിക്കാം. ഇവിടെ ചെറിയൊരു അണക്കെട്ടൊക്കെ ഉണ്ട്. ഈ അണക്കെട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മഴക്കാലത്ത് വെള്ളം സംഭരിച്ച് വെക്കാനൊക്കെയാണ്. ഇപ്പം വേനലായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. എല്ലാവർക്കും വരാം. ഇപ്പോൾ നമ്മുടെ ക്ലബ്ബ് മെമ്പർമാരൊക്കെ ഉണ്ട്. നാസറാക്ക ഉണ്ട്, കുഞ്ഞിപ്പുണ്ട്, ആഷിർ എല്ലാവരും ഉണ്ട്. സെമിയാക്കി നമ്മളുടെ അദീപൊക്കെ ചാട ഒരുങ്ങണ്. റിജാസ് കയറി വരുന്നുണ്ട്. സിറ്റോക്ക വരുന്നുണ്ട്. സിറ്റോക്കി വെള്ളത്തിൽ കയറി വരുന്നത്. നമ്മുടെ ക്ലബിലെ മുഴുവൻ മെമ്പർമാരുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് വിൽക്കാൻ പോവാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി യാതാ നാസറാക്ക് ചാടി, അതിൻ്റെ ബാക്കിൽ യാസിർ ചാടി, അദീബ് ചാടി, ചാടി എല്ലാവരും ഉണ്ട്. എല്ലാവരും മനോഹരമായിട്ട് ചാടി. എല്ലാവരുടെ വെള്ളത്തില് ഒരു പ്രൊഫസറുണ്ട്. പുള്ളി 45 കഴിഞ്ഞ ഒരു അടിപൊളിയായിട്ടുള്ള ചാട്ടാണ് ഇപ്പോൾ ചാടിയത്. എല്ലാവരും ഉണ്ട്. അടിച്ചു പൊളിക്കണം നമ്മളിവിടെ. ഇത് കഴിഞ്ഞ് നേരെ വയനാട് കാണാം. അതിന് വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. അതെ, നമ്മളെ സ്വന്തം നമ്മൾ ലൂബിയാണ് ഇപ്പോൾ ചാടിയത്. അപ്പോൾ ഇതാണ് നമ്മളൊരു പ്രദേശം. എല്ലാവരും നല്ല ആവേശത്തിലാണ്. അടിപൊളിയായിട്ട് എല്ലാവരും ചാടണ്. നമ്മൾ 20 ആളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അവര് അങ്ങനെ അതിലേക്ക് പോവാ. സെറ്റ് മൂന്നാളുകൂടെ ഉണ്ട്. ഒരുമിച്ചാണ്. ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. മഴക്കാലം വരുമ്പോഴേക്ക് ഷട്ടറുകളൊക്കെ വൃത്തിയാക്കുകയാണ്. കഴിഞ്ഞ പ്രളയ സീസണിലൊക്കെ അടിപൊളിയായിട്ട് വെള്ളം വന്ന സ്ഥലമാണെന്നാണ് ഇവിടെ നാട്ടുകാരൊക്കെ പറയുന്നത്.
അപ്പോൾ നമ്മളെ ക്ലബ്ബിലെ മെമ്പർമാരാണ് ഇപ്പോൾ ഈ കാണുന്നത് ഫുള്ള്. പുറത്തുനിന്ന് ആരുമില്ല, നമ്മുടെ ക്ലബ്ബിലെ മെമ്പർമാർ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഉണ്ട്, മഴമലയാക്ക എല്ലാവരും ഉണ്ട്. എല്ലാവരും അടിപൊളിയാക്കി കുളിക്കുകയാണ്. ഈ ഭാഗത്ത് ചെറുതായിട്ട് വരും. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെയാണ് നമ്മളെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ്. മഴക്കാലം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ കഴിയില്ല. അത്യാവശ്യം നല്ല വലിയൊരു ഏരിയ ആണ്, നല്ല വെള്ളം ഉണ്ടാവും. ഇപ്പം ഈ വേനൽക്കാലത്തൊക്കെ എല്ലാവർക്കും ഒന്ന് നീരാടാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പോൾ നല്ല ശക്തിയിൽ വെള്ളം വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ, ഇപ്പോൾ അത്രയും ഭാഗമുണ്ട്, ഒരുപാട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വന്ന് കുളിക്കാനും അടിപൊളിയാക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. വെള്ളം കുറവാണ്. ഒരു പാലൊക്കെ ഉണ്ട്, പാലൊക്കെ ഇപ്പോൾ തകർന്നാണ്. ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള വെള്ളം ശേഖരിച്ച് ഇതാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കയറുകയാണ്. ഈ ഏരിയക്ക് അടുക്കാൻ പറ്റില്ല, അത്രമാത്രം വെള്ളം ഉണ്ടാവും ഏരിയയിൽ. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നിങ്ങനെ പോവാണ്. ഇതാണ് പാലം. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് വയനാട്ടിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ തുഷാരഗിരി ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കുളിച്ചിട്ട് പോകാനായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയപ്പം ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്തത്. തുഷാരഗിരിക്ക് എത്തുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വയനാട്ടിലെ പുതിയ വിശേഷങ്ങളുമായി വയനാട്ടിൽ വെച്ച് കാണുന്ന 2 ദിവസം വയനാട്ടിലാണ്. അപ്പം നമ്മുടെ തുടർ വീഡിയോകൾ എല്ലാവരും കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വയനാട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യാണ്, വയനാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, സീ യു. Okay.